നമസ്തേ. ജമ്മുവിൽ നിന്നും വന്ദേ ഭാരത് കയറി ഡൽഹിയിൽ പോകുന്ന വഴി അതിലെ ഫുഡും കഴിച്ച് നിസാമുദ്ദീനിൽ ചെന്ന് അവിടുത്തെ ഫേമസ് ആയ ജയൻ പറാത്തയിൽ ഹൽവ വെച്ച് കഴിക്കുന്നതും പിന്നെ AR റഹ്മാൻ്റെ കുൻ ഫയാ കുൻ പാട്ടിലൂടെ ഫേമസ് ആയ നിസാമുദ്ദീൻ ദർഗയും കണ്ട് പിന്നീട് ഷോപ്പിങ്ങിനായിട്ട് ഡൽഹിയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുന്ന സരോജിനി മാർക്കറ്റും കയറി അടുത്ത ദിവസം തന്നെ ആഗ്രയിലെത്തി ഞങ്ങൾ താജ്മഹലും കണ്ട് അവിടെ വെച്ചൊരു ഇമോഷണൽ പ്രൊപ്പോസലും പിന്നീട് വൈബുള്ള സാരി ഉടുത്ത ജാപ്പനീസുകാരെയും കണ്ട് മടങ്ങുന്ന ഈ ഒരു അടിപൊളി ഡൽഹി വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മുവിൽ നിന്നും ഡൽഹിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും നമ്മുടെ വന്ദേ ഭാരതിൽ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചാണ് ഈ വന്ദേ ഭാരത് കയറണമെന്ന്, പക്ഷെ പറ്റിയില്ല. കാരണം പലപ്പോഴും ടിക്കറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിലോട്ട് കാണത്തില്ല. പക്ഷെ എന്തായാലും എനിക്ക് യോഗം ജമ്മുവിൽ നിന്ന് കയറാനായിരുന്നു, നാട്ടിൽ വെച്ച് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഡൽഹിയിലോട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഒരു 7-7:15 ആയപ്പോൾ നമ്മൾ കയറി. ഇപ്പോൾ ഒരു 2:30 ആകുമ്പോഴത്തേന് ഡൽഹി ചെല്ലും. ഡൽഹി ചെന്ന് നമുക്ക് താജ്മഹൽ കാണാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലൊരു നമ്മുടെ മെട്രോ ഉപയോഗിക്കുന്ന ഒരു ഫീലാണ്. കാരണം എല്ലാത്തിനും നമുക്ക് അപ്ഡേറ്റ്സ് ഉണ്ട്. ഈവൻ നമ്മുടെ സ്ക്രീനുണ്ട്, ഏത് സ്റ്റേഷനാണ്, ഇപ്പോൾ ഡോർസ് ആണെങ്കിൽ ഏത് സൈഡിലാണ് നമ്മുടെ എക്സിറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ക്രീനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരും ചോദിക്കേണ്ട, നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് പെട്ടികളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട്. ലെഗ് സ്പേസ് നല്ലപോലെ ഉണ്ട്. നമുക്ക് ഫുഡ് കിട്ടും, നല്ല ഫുഡാണ് കിട്ടുന്നതും. അപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ യാത്ര. പിന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ വിൻഡോസ് ഭയങ്കര ക്ലിയറാണ്, നമുക്കെല്ലാം കാണാം. വാഷ്റൂം എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഉപ്പുമാവും വെജ് ബജ്ജിയും തൈരും പിന്നെ ഒരു കപ്പ് കേക്കുമാണ്. ഫ്ലൈറ്റിലേക്ക് കൂട്ട് തന്നെ നമുക്ക് വെച്ച് കഴിക്കാൻ ട്രേ ഒക്കെ ഉണ്ട്. സ്പൂണും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അതിനൂടെ കിട്ടുകയും ചെയ്യും. ഉച്ചയ്ക്കാണെങ്കിൽ തന്നെ ഗ്രേവിയും ചോറും മിക്സ് വെജ് തോരനും തൈരും ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി നേരെ ഇപ്പം നമ്മൾ നിസാമുദ്ദീൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നേക്കുന്നത് ഇപ്പം നിസാമുദ്ദീനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നിസാമുദ്ദീൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾക്കും അതിനുവേണ്ടി ഇവിടെ വന്നത്. പക്ഷേ ആ ഒരു പാട്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ചകളിൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ എന്തായാലും വന്നത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നിസാമുദ്ദീനിലോട്ട് പോകാം. ഇതാണ് ജയൻ ഹൽവ പൊറാത്ത. ഈ വലിയ പൊറാത്തക്കകത്തോട്ട് തന്നെ ഈ ഹൽവ വെച്ച് കഴിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ 1-2 കുടുംബത്തിനൊക്കെ കഴിക്കാനുള്ളതാണ് ഇതുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനി അങ്ങോട്ട് ഫുഡ് ഐറ്റംസും ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത് തന്നെ ഇവിടെ. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമുക്ക് ഇത് കെട്ടാതെ ഒരിക്കലും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിവിടെ വന്ന് കെട്ടി നമ്മൾ ഷൂസൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. ഇതിൽ നടക്കുമ്പോൾ രൺബീർ കപൂറിൻ്റെ റോക്ക് സ്റ്റാർ മൂവിയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. ഇത് സാധാ മുസ്ലിം പള്ളിയേക്കാളും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാ തേഴ്സ്ഡേയിലും എല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടും. AR റഹ്മാൻ്റെ ഫേമസ് ആയിട്ടുള്ള കുൻ ഫയാ കുൻ കേൾക്കാനാണ് ഇവിടെ ഒത്തിരി പേരും വരുന്നത് തന്നെ. ഈ പള്ളി കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, അത് ഇവിടെ വന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ ജമ്മു അവിടെ എല്ലാം കറങ്ങി എല്ലാം ക്ഷീണിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഒരു സമാധാനം അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്ന സരോജിനി മാർക്കറ്റിലോട്ടാണ്. സരോജിനി മാർക്കറ്റിലെ തിരക്ക് കണ്ടോ, ഇതൊരു രക്ഷയില്ലാത്ത തിരക്കാണ്. ശ്രദ്ധിച്ചോണം, നമ്മുടെ ഇന്ന് സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ഈസി ആയിട്ട് അവർ കൊണ്ടുപോകുന്നത് തന്നെ. അതുപോലെ ഇവിടുത്തെ എല്ലാ ഡ്രസ്സസും ഇപ്പം മെൻസിനായാലും ലേഡീസിനായാലും എല്ലാവർക്കും പ്രായമുള്ളവർക്കായാലും എല്ലാം ഭയങ്കര ചീപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ കട്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർ വിൽക്കുകയും ചെയ്യും. അങ്ങനെ സാധനങ്ങൾ ഇവിടെ കിട്ടുകയും ചെയ്യും. ഒത്തിരി വലിയൊരു മാർക്കറ്റാണ്. ഷോപ്പിങ്ങിനൊക്കെ വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടാൻ എളുപ്പമാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ആഗ്രയ്ക്ക് ട്രെയിൻ കയറി താജ്മഹലിന് വെറും 600 മീറ്റർ ദൂരമുള്ള സിദ്ധാർത്ഥ ഹോട്ടലിലാണ് റൂം എടുത്തത്. ശരിക്കും ഇത് 600 മീറ്റർ പോലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാവിലെ തന്നെ നമുക്ക് താജ്മഹൽ പോകണം, അതുകൊണ്ടാണ് ഇത് എടുത്തത്. 3 പേർക്ക് കൂടെ 1600 സംതിങ് ആണ് ആയത്. പക്ഷേ എനിക്ക് ഹോട്ടൽ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് രാവിലെ കാണാം. അങ്ങനെ രാവിലെ 5 മണിക്ക് തന്നെ എണ്ണീറ്റ്, ഇച്ചിരി പാടായിരുന്നു, എന്നാലും ഒപ്പിച്ചങ്ങ് എണ്ണീറ്റ് സൺറൈസിന് 30 മിനിറ്റ് മുമ്പാണ് താജ്മഹൽ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് നിന്നു. രാവിലെ തിരക്കും കുറവായിരുന്നു, നല്ല മൂടലും മഞ്ഞും ഒക്കെ ആയിട്ടുണ്ട്.
പക്ഷേ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഈ മൂടലിനകത്തൊന്ന് തെളിഞ്ഞു വരുന്ന ഒരു താജ്മഹലുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പം ചെറുതായി ക്ലിയർ ആയി വരുന്ന ഒരു വിഷ്വൽ, അതൊരു മാജിക്കൽ ഫീല് തന്നെ താജ്മഹൽ കാണുമ്പോൾ കിട്ടുന്നത്. അത് മറ്റുള്ളവരും കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾ കണ്ട് ആസ്വദിക്കുമായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഈ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പതിയെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സൂര്യൻ പതിയെ കണ്ടു തുടങ്ങി. അന്നേരം നമുക്ക് ഇച്ചിരി വെട്ടമെങ്കിലും വേണ്ടേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് ആൾക്കാർ പെട്ടെന്ന് കൂടി വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നീട് ഞങ്ങളിങ്ങനെ നടന്നപ്പോഴത്തേക്കിന് ഇവിടെ പ്രൊപ്പോസൽ സീനൊക്കെ ഞങ്ങൾ കണ്ട് ഭയങ്കര രസമുണ്ടല്ലേ. അത് നമ്മുടെ ഈ കൾച്ചറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഈ പില്ലേഴ്സൊക്കെ കാണാൻ എന്താ രസം. ശരിക്കും കുത്തബ് മിനാറിനേക്കാളും താജ്മഹലിന് നീളം ഉണ്ടെന്ന് പറയുന്നത് നമ്മളിങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് തന്നെ. ഞാൻ പതിയെ താജ്മഹലിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തു. അകത്ത് കയറണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. എന്താ അകത്തെന്ന് നമുക്കിപ്പോഴും പലർക്കും അറിയത്തില്ല എന്താണ്. അപ്പം എന്തായാലും അതൊന്ന് കാണണമെന്ന് എനിക്കുണ്ട്. പതിയെ സ്റ്റെപ്പെല്ലാം കയറി വന്നപ്പോൾ ഉള്ള ആ ഒരു വ്യൂവും ആ ഒരു മാർബിൾ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചവിട്ടി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അത്രയും രസമായി. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് പണിത് വെച്ചേക്കുന്നതെന്ന് ആലോചിച്ച്. അത് മൊത്തം മാർബിളിൽ. ഷാജഹാൻ 22 വർഷം കൊണ്ടാണ് ഈ ഒരു വണ്ടർ മുംതാസിന് വേണ്ടി പണിതത്. അതും ഷാജഹാനെ സ്വന്തം മോൻ തടങ്കലിലാക്കിയപ്പോൾ പോലും ദൂരേന്ന് കാണാൻ പറ്റുന്ന റൂമിലായിരുന്നു മരണം വരെ കിടന്നത്. ഇത് താജ്മഹലിൻ്റെ മുന്നിലോട്ടുള്ള വ്യൂവാണ്. എന്താ രസമല്ലേ. ഈ വോൾസ് എല്ലാം മാർബിളിൽ മൊത്തം ക്രേവ് ചെയ്തേക്കുക. അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനും. ഇവിടെ നിന്നാണ് നമ്മൾ താജ്മഹലിനകത്തോട്ട് കയറുന്ന ആ ഒരു ഡോറ്. ഓക്കെ, അങ്ങനെ 22 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഞാൻ കണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ അടുത്ത് വരെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാതെ പോയത്. അന്നേ വിചാരിച്ചതാ എപ്പോഴെങ്കിലും വന്ന് കാണണമെന്ന്. എന്നാൽ വെയിറ്റ് ചെയ്താലും കാണാനുണ്ടായിരുന്നു. അത്ര അടിപൊളി. ഞങ്ങൾ വെളുപ്പിനെ തന്നെ വന്ന് കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു കാംനെസ്സാണ്, ഭയങ്കര ഫോഗും എല്ലാം ഒക്കെ ആയിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു താജ്മഹലുണ്ട്. ആ ഒരു വ്യൂവ് അതൊരു പ്രത്യേക വ്യൂ തന്നെ. ഇപ്പോൾ സണ്ണ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇങ്ങോട്ടുള്ള വെട്ടമുണ്ട്. ഇപ്പം ഭയങ്കര രസം ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങളും. ഇതിങ്ങനെ ഈ മാർബിൾ ആയതുകൊണ്ട് തന്നെ ഇതുണ്ടല്ലോ, ഇതിങ്ങനെ തിളങ്ങ് ചെറുതായിട്ട്. അത് ഭയങ്കര രസമാണ് കാണാൻ. സത്യം പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരു 9 മണി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ. അതായത് ആ ഒരു ഷൈൻ ചെയ്ത് നിൽക്കുന്ന വ്യൂ. അതല്ല നിങ്ങൾക്ക് സൺസെറ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടെ മെയിൻ. അപ്പോൾ ഇത് ഈ താജ്മഹലിൻ്റെ പുറകിൽ വരും. അപ്പോൾ ഭയങ്കര രസം അതിനെ കാണാൻ രസം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ രീതിയിൽ എങ്ങനെയൊക്കെയാണ് വേണ്ടത് നോക്കി വന്നാൽ മതി. പിന്നെ ഇവിടെ കയറുന്നതിന് 45 രൂപയാണ് ഓൺലൈൻ ടിക്കറ്റ്. 200 രൂപയാണ് ഇതിനകത്ത് കയറാൻ. അകത്ത് ക്യാമറ അലൗഡ് അല്ല. പിന്നെ നമ്മൾ കയറുമ്പോൾ ഇതുപോലൊരു ഷൂവിനൊരു ബാഗ് പോലെ നമ്മൾ ഇടേണ്ടി വരും, കവർ പോലെ. അല്ലാതെ അവർ കയറ്റി വിടത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് മിസ് ചെയ്യല്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഇതുണ്ടായിട്ട് ഈ വേൾഡ് വണ്ടർ കാണാതിരിക്കരുത്. എല്ലാവരും ഫോട്ടോയുടെ പുറകെ ഓടുമ്പോൾ താജ്മഹലും കണ്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നത് ഇവരെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ കണ്ടത് ജപ്പാനിൽ നിന്ന് 2 പേര് സാരി ഉടുത്ത് പോകുന്നതാണ്. Actually, really nice to see you guys in here. Really, especially in the sari. I never thought about you guys coming from. You're from Japan. Oh, okay, Japan. So that's why. And I never seen someone wearing sari. That's why I was like, wow. But thank you for coming to India and especially for your time in here. Okay. Nice to meet you. Nice to meet you. Bye. അവർ ഭയങ്കര കൂളായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങോട്ട് പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ പയ്യൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. ഇതാണ് താജ്മഹലിലെ പുറവശം. ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ ഈ പക്ഷികളൊക്കെ പറന്ന് കിടക്കുന്നതും ഈ ഒരു ഫോഗിയായിട്ട് നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ളൊരു വ്യൂ തന്നെ. അങ്ങനെ നമ്മുടെ താജ്മഹൽ വ്ലോഗ് ഇവിടെ തീരുവാണ്. അടുത്ത നമ്മൾ ജർമ്മനിക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.